നിങ്ങൾ തിയേറ്ററിൽ പോവാണ്, നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്നാക്ക് എന്താ നിങ്ങൾ സിനിമ കാണുമ്പോൾ കഴിക്കണേ? പോപ്കോൺ. വനിത വിനയിലത്തെ മുട്ട പഫ്. മുട്ട പഫ് പൊള്ളിയാ. ഭയങ്കര fancy കേട്ടോ. അടിപൊളിയാണ്. രാവിലത്തെ ഷോ തന്നെ കാരണം അവിടെ കിട്ടുള്ളൂ. മറ്റേ ഇന്റർവെല്ലിൽ ഒരു കാപ്പി മുട്ട പഫും. ഓ, പണ്ട് ചെന്നൈയിലായിരുന്നപ്പോൾ അവിടെ സത്യം സിനിമാസിലൊരു പോപ്കോൺ തന്നെ സാധനം, പക്ഷെ അതിന്റെ മേളിൽ ഇടാനുള്ള ഒരു ചീസ് ടോപ്പിംഗ്. അത് ഭീകര പരിപാടിയായിരുന്നു. ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ലൈക് പോപ്കോൺ വാങ്ങി കഴിഞ്ഞാൽ സൈഡിൽ വെച്ചിട്ടുണ്ട് 2 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടോപ്പിംഗ്സ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് എ പൗഡർ. അത് ഇട്ടിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഷേക്ക് ചെയ്ത് പിന്നെയും കുറേ ഷേക്ക് എന്നിട്ട് അതെടുത്തോണ്ട് പോവാം. ഭീകര ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു സത്യം. കൊച്ചിയിലാണല്ലോ ഷൂട്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചി ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? പിടിച്ചിട്ടുള്ളൂ. ഓ, എനിക്ക് അന്ന് അർജുന്റെ ബിരിയാണി കഴിച്ച ദിവസം ഓർത്ത് ഞാൻ ഇപ്പോഴും ഞാൻ എല്ലാവർക്കും ബിരിയാണി മേടിച്ചു വെച്ചു. ഞാൻ ഒന്ന് ഉറങ്ങി, എല്ലാരും കഴിച്ചോട്ടെ വെച്ച് ഉറങ്ങി. കുറെ നാളത്തെ ബ്രേക്കിന് ശേഷം ബീഫ് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ആണെങ്കിൽ ആ കടയുടെ പേരെന്താ മറന്നുപോയി. അറാഫ്. അല്ല, ഇത് പട്ടിമറ്റല്ലേ? അല്ലല്ല, അത് ഞാൻ കട്ട് തന്നത് ഇവിടുത്തെ. ഇപ്പൊ ഞാൻ ഗ്യാപ്പിൽ റോഷൻ തൊട്ട് ആ ബീഫ് ബിരിയാണി തീർത്ത് ഞാൻ ബീഫ് എവിടെ ബീഫ് തീർന്ന്. ഓക്കെ, ചിക്കൻ ഉണ്ടോ? ചിക്കനും തീർന്ന്. കുറച്ച് റൈസിങ് അങ്ങനെ ഇടക്ക് ഭയങ്കര എല്ലാരും ഡയറ്റിലായതുകൊണ്ട് അങ്ങനെ പിടിക്കില്ല. പക്ഷെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ പട്ടിമറ്റത്ത് ഒരു കലക്കം ബീഫ് ഫ്രൈ കണ്ടാണ്ട് പിടിച്ചിട്ട് ഡെയിലി ഫൈറ്റ് തീരണ സമയം ഫൈറ്റ് തീരണം. ഡെയിലി രാത്രി പൊറോട്ടയും ബീഫും കുറച്ച് ഐസ് ബാത്ത്. അകത്ത് പൊറോട്ടയൊക്കെ കല്ലായി. ഇതില് ഫൈറ്റും ഉണ്ട്, ഡാൻസും ഉണ്ടോ? എങ്ങനെ? ഇല്ല, ഡാൻസ് ഇല്ല. നിങ്ങൾ ഏതാ പേഴ്സണലി പ്രിഫർ ചെയ്യുക, ഫൈറ്റ് ആണോ ഡാൻസ് ആണോ? ഫൈറ്റ്. ഡാൻസ്. ഞാൻ ഡാൻസ്. ഇതിലെ ഡാൻസ് മൂവിന് കുറെ അപ്രിസിയേഷൻ. ഇതിലെന്താ ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പടക്കള റിലീസ് ആയപ്പോ ഞാൻ ശരിക്കും ഭയങ്കര വണ്ടടിച്ചു പോയി. ഭയങ്കര ടൈമിങ്, ഭയങ്കര ഡാൻസ്. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. അടിപൊളി ഡാൻസ്. ശരിക്കും എത്ര ദിവസം പ്രാക്ടീസ് ആയിരുന്നു ഡാൻസ്? ഇതിനോ? അല്ല, ഇതിനൊരു 2 days. മൈസെൽഫ് ആൻഡ് മൈ മൂസ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ഇവര് പരദീസം സ്തുതിയൊക്കെ ചെയ്യുന്ന ടീംസാണ്. ഇവര് അടിപൊളിയാണ്. അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അവരോട് വർക്ക് ചെയ്യാൻ അടിപൊളിയാണ്. ഞാൻ ഉണ്ടായിരുന്ന ഷൂട്ടിലായിരുന്നു. അല്ല, ജോർജിയയിലായിരുന്നു. ന്യൂ ഇയറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അടുത്ത വർഷം വിളിക്കണം കേട്ടോ. ഓ, പിന്നെ അടുത്ത പടം ചെയ്യട്ടെ. ഓക്കെ. ശരി. നിങ്ങളുടെ സിനിമകൾ നിങ്ങൾ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്യാറുണ്ടോ? ഒട്ടുമില്ല. മീൻസ് എന്റെ സിനിമ കാണുമ്പോ അല്ല, എന്റെ പെർഫോമൻസ് കാണുമ്പോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പെർഫോമൻസ് കാണുമ്പോ എനിക്ക് ഒരു കാണാതിരിക്കാൻ നല്ലായിരിക്കും ഒരു ഫീലിംഗ് ആണ്. കാരണം ഫസ്റ്റ് ടൈം കാണുമ്പോ തിയേറ്ററിൽ കാണുമ്പോ അയ്യോ എന്റെ സീന് വന്നേ എന്നുള്ളൊരു മൂഡിലാണ്. എല്ലാ സിനിമ പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോ ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ്ലി കാണാൻ പറ്റും എന്നുള്ളൊരു സ്പേസിലെത്തി. പക്ഷെ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അല്ല, ഇത് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഇറങ്ങിയ സമയത്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ഫസ്റ്റ് ഡേ കാണുമ്പോൾ അന്ന് നമ്മുടെ ഫസ്റ്റ് ഫിലിമല്ലേ, അപ്പൊ അന്ന് എന്ത് ജഡ്ജ് ചെയ്യാൻ, ഈശ്വര ഇതൊക്കെ ശരിക്കും സംഭവിക്കുകയാണെന്നുള്ള ഒരു ഷോക്കിലായിരുന്നു. ഇപ്പൊ പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ആനന്ദം കാണുമ്പോൾ ഈശ്വര ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നുള്ള ഒരു ഫീലിങ്ങിലൂടെ ചിലപ്പോൾ പോകും. പക്ഷെ അതേ സമയത്ത് തന്നെ ചില പെർഫോമൻസ് കാണുമ്പോൾ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല, അത് നമ്മൾ കൊടുക്കണമല്ലോ, സെൽഫ് ക്രെഡിറ്റും കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആസ് ആക്ടേഴ്സ് നമ്മളെല്ലാവരും ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോമും ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് വോയിസ് നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ വളർന്നിട്ട് കൊടുത്താൽ കുറച്ച് പ്രശ്നമാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗുഡ് ജോബ് എന്ന് നമ്മളോട് തന്നെ പറയണം.